സുഖേട്ടാ, സുന്ദരിന്റെ പ്രോഗ്രസ് കാർഡ് നോക്കിട്ട് ഒന്ന് ഒപ്പിട്ട് കൊടുക്കറാ. ആ മാർക്ക് നോക്കിയിട്ടല്ലേ ഒപ്പിടണ്ടേ? അതിനല്ലേ ഈ സാധനം കൊടുത്തയച്ചത്? വികൃത കവിയെന്ന ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അകലെ കാണുമ്പോൾ സുന്ദരമാ മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾ കഥ താൻ എന്നല്ലേ ശ്രീകുമാരൻ നമ്പി പറഞ്ഞത്? അതെയാ, ശ്രീകുമാരൻ നമ്പിക്ക് അങ്ങനെ എങ്ങനെ വേണമെന്നും പറയാം. നിന്റെ ഫീസ് കൊടുക്കുന്നത് ഞാനാണ്, ശ്രീകുമാരൻ നമ്പിയല്ല. ഇതെന്നു പാട്ട് ഇതാണോ? എല്ലാം തൊട്ടില്ലേ? ഒരൊറ്റ പാസ് എല്ലാം തൊട്ട്. അച്ഛാ, തോറ്റവരാണ് ഇതുവരെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അതെയാ, 10ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം തോറ്റാണ് നിന്റെ അച്ഛൻ. ഒരു ചരിത്രം രചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ചരിത്രം എന്നോട് പറയണ്ട കേട്ടോ. ഇതെന്നായത് ചരിത്രം രചിക്കുന്നു തോറ്റിട്ട്. തോറ്റിയുമ്പോ അവരെ ന്യായീകരിക്കാൻ വരുന്നത്. വിശേഷം കണ്ടോ? എന്താ ആഘോഷായിരുന്നു? പഠിച്ചില്ലെങ്കിൽ എക്സാം ടഫായിരിക്കും. അത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അച്ഛാ, പഠിപ്പിക്കാൻ മാർക്ക് കുറവാണ്. പഠിപ്പിക്കോളെ ആദ്യത്തെ കരയുന്നുണ്ടായിരുന്നു. പോയി സമാധാനിപ്പിച്ചൂടെ? എന്റെ ടീച്ചർമാർക്ക് ഒന്നും അറിയില്ല. ടീച്ചർമാർക്ക് ഇരിക്കട്ടെ, നീ പഠിക്കാത്ത. നമ്മളെ ബോർഡിലുണ്ടല്ല, ബോർഡില് ഒരു പ്രോബ്ലം എഴുതി വെക്കും. നമ്മളോട് പറയും സോൾവ് ചെയ്യാൻ. ഓ, അവരെ വീട്ടിലെ പ്രോബ്ലം നിന്നോട് സോൾവ് ചെയ്യാൻ പറയാ അല്ലേ? നമ്മളെ ഫീസും വാങ്ങിയിട്ട് അവരെ പ്രോബ്ലം അവര് സോൾവ് ചെയ്യണം. നമ്മളെ വെച്ചിട്ടല്ല അവരെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. നീ ഓരോ പ്രാവശ്യവും അടുത്ത പ്രാവശ്യം നന്നാക്കും എന്ന് വെച്ചിട്ട് കുറെ നാളായിട്ട് നിനക്ക് ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഞാൻ കാണുന്നു. അച്ഛാ, ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്ത നമുക്കല്ല, ടീച്ചേഴ്സിനാണ്. ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോ മറ്റേ മേരി ടീച്ചറില്ലേ, മേരി ടീച്ചർ 3ാം ക്ലാസ് പഠിപ്പിക്കും. 2ാം ക്ലാസ് കഴിഞ്ഞ് 3ാം ക്ലാസ് കഴിഞ്ഞ് 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ് കഴിഞ്ഞ് പേരിലെത്തി. ഇപ്പൊ മേരി ടീച്ചർ 3ാം ക്ലാസ് തന്നെ പഠിപ്പിക്കുന്നു. അതായത് ആർക്കും ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്ത നമ്മക്കാ ടീച്ചർക്കാ. അല്ല മോളെ, ടീച്ചർ 3ാം ക്ലാസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ 3ാം ക്ലാസ്സിലേ പഠിപ്പിക്കൂലൂ. അതങ്ങനെ തന്നെയല്ലേ പണ്ട് മുതലേ. ആ സമ്പ്രദായം തന്നെയാണല്ല നമ്മൾ തുടർന്ന് വരുന്നത്. നമ്മളെ കുഞ്ഞിരാമ മാഷ് 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ എത്തിയില്ല, അതിനു മുമ്പേ മരിച്ചു. പിന്നെ എനിക്ക് വേറെ പറയാനുണ്ട്. അച്ഛാ, ഒരു ടീച്ചർക്ക് ഇനി എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഒരു സ്റ്റുഡന്റ് എല്ലാം പഠിക്കും? സംഭവം ശരിയല്ലേ? അത് ശരിയല്ലേ? വലിയ ടീച്ചർമാർക്ക് വരെ ഒരു വിഷയം ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഈ പിള്ളേരെങ്ങനെ ഇത്രയും സബ്ജക്റ്റ് ഒറ്റക്ക് പഠിക്കുക? വിദ്യാഭ്യാസ സമ്പ്രദായം നീ ശരിയാണ്. അച്ഛാ, ശരിക്കും ടീച്ചർമാർ നമ്മളെല്ലാം പഠിപ്പിക്കുന്നത്, നമ്മൾ ടീച്ചർമാരെ പഠിപ്പിക്കുന്നു. അത് മാത്രല്ല, ടീച്ചർമാർക്ക് ഒന്നും അല്ല, അവർക്ക് അറിയാത്ത ചോദ്യം നമ്മളോട് ചോദിക്കും. എന്നിട്ട് നമ്മൾ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കണം. ചിക്കോ മൂവ്മെന്റ് എവിടെയാ നടന്നത്, ബാലസാഹിബിനെ എപ്പോ രൂപീകരിച്ചത്, ഇതെല്ലാം നമ്മളോട് ചോദിക്കും. മിസ്സാർക്ക് ഒന്നും അറിയില്ല. നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായം അറിയില്ലെങ്കിൽ അവരാദ്യം പഠിച്ചിട്ട് വരണം. പിള്ളേരോട് വെച്ചിട്ട് പഠിച്ചിട്ട് പിള്ളേർക്ക് തന്നെ പറഞ്ഞു കൊടുക്കല്ലോ വേണ്ടത്. ശരിക്കും ടീച്ചർമാരല്ല നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ടീച്ചർമാരെയാ പഠിപ്പിക്കുന്നത്. അത് മാത്രല്ല അച്ഛാ, നമ്മള് ശരിക്കും ടീച്ചർമാർക്ക് പൈസ കൊടുക്കണ്ട, അവരിങ്ങോട്ടാ ഫീസ് ചെയ്യണ്ടേ? ശരി അല്ലേ? ഇല്ല അച്ഛാ, എന്റെ വീട്ടില് നമുക്ക് സ്റ്റുഡൻസിന് മാത്രല്ല, ഈ വീട്ടിലെ എല്ലാവർക്കും റിപ്പോർട്ട് കാർഡ് വേണം.
ഓർക്കണ്ട. അതായത് നിങ്ങളിപ്പോ ഓരോരോ ജോലി ചെയ്യുമ്പോൾ ഓരോരോ മാർക്ക് വീതം തരും. എന്നാലേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ചെക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ എന്റെ കാര്യത്തിലൊരു തീരുമാനമായി. അത് മാത്രല്ല ഓരോ ടേമിന് ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ പണിഷ്മെന്റും ഉണ്ടാവും. കുടുങ്ങി. അതേതായാലും നന്നായി. എങ്ങനെയായാലും നിന്റെ ഈ ഫോണ് മാന്തല് നിൽക്കുമല്ലോ. അമ്മമ്മേ അച്ഛന് മാത്രല്ല എല്ലാവർക്കും പണി വരുന്നുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ സമ്പ്രദായം പുരോഗമിച്ചിട്ടില്ലെങ്കിലും നമ്മളെ കുടുംബത്തില് എന്റെ മോളൊരു പുരോഗമനം കൊണ്ടൊന്നുമില്ല. അതേതായാലും നന്നായി. അമ്മമ്മേ അതാത് കാലഘട്ടങ്ങളിൽ വേണ്ട മാറ്റം അതാത് കാലഘട്ടത്തിൽ തന്നെ വേണം. ഇപ്പൊ പറഞ്ഞാല് മൊബൈൽ തിരികെ ഉപയോഗിക്കാത്ത അമ്മമ്മമാര് ഇപ്പൊ റേഷൻ പീടിക പോകുമ്പോൾ വരെ മൊബൈൽ എടുക്കും. ഇപ്പൊ എല്ലാ മേഖലകളിലും ശാസ്ത്രം, കൃഷി അങ്ങനെ എല്ലാ മേഖലകളിലും മാറ്റം വന്നിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മാത്രമേ മാറാണ്ടുള്ളൂ. അതാണ് പറഞ്ഞത് കാലം മാറുമ്പോ കോലം മാറും. എന്റെ സുന്ദരി, നീ നോക്കുമ്പോ ഞാനാര്